നമ്മൾ ബനൂ ഇസ്രായേലിനെ കുറിച്ചിട്ട്, പ്രത്യേകിച്ച് അവരിലത്തെ യഹൂദ വിഭാഗത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ മൂസാ നബി അലൈഹിസ്സലാമിനോട് അവർ ചെയ്ത ആ സംഭവങ്ങൾ, അതിങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ മക്കൾക്ക് പുറത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഈ മുസ്ലിമീങ്ങൾക്കും മദീന മുതൽ ഈ കൂട്ടർ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുണ്ട്. ആ കൂട്ടർ ലോകാവസാനം വരെ ഈ മുസ്ലിമീങ്ങളോടൊത്ത് ഈ ഭൂമിയിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ സ്വഭാവമെന്നും, എന്താണ് അവർ ഈ പ്രകടിപ്പിക്കുന്ന സ്വഭാവത്തിൻ്റെ അടിസ്ഥാനമെന്നും, എന്തൊക്കെയാണ് അവരുടെ തന്ത്രങ്ങളെന്നും, അവരിൽ വർത്തമാനകാലത്ത് എന്തൊക്കെ ഇനി അവർ ചെയ്യുമെന്നും, ഈ വക കാര്യങ്ങളെക്കുറിച്ചിട്ട് മുസ്ലിമീങ്ങൾക്ക് ശരിക്ക് അവരെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതാണ് അവരെ ഇത്ര ഗംഭീരമായിട്ട് പറയുന്നത്. കാരണം അവർ അവസാനിക്കാൻ പോകുന്ന ഒരു സമൂഹമല്ല. മുസ്ലിമീങ്ങൾ ഉണ്ടാവുന്നിടത്തോളം കാലം ഈ മുസ്ലിമീങ്ങൾക്ക് എതിരിട്ടിട്ട് അവർ ഈ ഭൂമിയിൽ ഉണ്ടാവും. അത് ഉറപ്പായൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും കൃത്യമായ ഒരു തെളിച്ചം ഈ മുസ്ലിം ഉമ്മത്തിന് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഗംഭീരമായിട്ട് അവരെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി ഇനിയും പറയാം. കാലു, അവർ പറഞ്ഞു, യാ മൂസ, ഓ മൂസ, അതായത് ആ അർദുൽ മുഖദ്ദസയിലേക്ക് പ്രവേശിക്കണമെന്ന് മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ്. കാരണം 12 ആളുകളെ ആ ദേശശോധനയ്ക്ക് അയച്ച് അവിടെ നിന്ന് അവർ വന്ന് ആ 10 ആളും വലിയ വായിൽ ഈ സമൂഹത്തെക്കുറിച്ച് വലിയ അത്ഭുതകരമായ വർത്തമാനമൊക്കെ പറഞ്ഞ് ജനങ്ങളെ പേടിയട്ടി. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം പറഞ്ഞയച്ച 2 ആളിൽ യോശുവ, കാലേബ് എന്ന് പറയുന്ന 2 ആളുകൾ, ഇവർ പറഞ്ഞതിനൊന്നും അവർ ഒരു വിലയും കൽപ്പിച്ചില്ല. അവർ വില കൽപ്പിച്ചത് ആ മറ്റുള്ളവരുടെ വാക്കിനെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പറയുന്നത്. അവർ അവസാനം മൂസാ നബി അലൈഹിസ്സലാമിനോട് അവരുടെ നിലപാട് തീർത്ത് പറയാം. യാ മൂസ, ഓ മൂസ, ഇന്നാ ലൻ നദ്ഖുലഹ അബദൻ, ഞങ്ങളാ ബൈത്തുൽ മുഖദ്ദസയിലേക്ക് ഒരിക്കലും പ്രവേശിക്കുകയില്ല. മാ ദാമു ഫീഹ, ആ കനാന്യരെന്ന് പറയുന്ന ആ സമൂഹം അവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുന്ന പ്രശ്നമേ ഇല്ലാന്ന്. അതവർ തീർത്ത് പറയാണ്. എന്നിട്ട് അവർ പറയുന്ന വർത്തമാനം എന്താണെന്ന് വെച്ചാൽ, ഇന്നാലൻ ഫദ്ഹബ്, നീ പോവുക, അന്ത, നീയും, വ റബ്ബുക, നിൻ്റെ റബ്ബും, എന്നിട്ട് ഫഖാത്തില, നിങ്ങൾ 2 പേരും യുദ്ധം ചെയ്യുക, ഇന്നാ ഹാഹുന ഖായിദു, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. അതായത് കടൽ പിളർന്ന് അവരെ കൊണ്ടുപോയതുപോലെ, മണ്ണിൻ സെൽവിയൊക്കെ കിട്ടിയതുപോലെ വളരെ ഫ്രീ ആയിട്ട് ഈ നാട് ഇങ്ങോട്ട് കിട്ടുകയാണെച്ചെങ്കിൽ ഞങ്ങൾ കയറി താമസിക്കാം. അവർക്ക് ഈ ഭൂമിയോട് അവർക്ക് താല്പര്യമില്ലാത്തതല്ല പ്രശ്നം. ഈ ഭൂമിയോട്, ഈ നാടിനോട് അവർക്ക് താല്പര്യമുണ്ട്. പക്ഷേ അള്ള പറഞ്ഞ് ഈ പണിയെടുക്കാനാണ് അവർക്ക് പറ്റാത്തത്. അത് അവരുടെ നിലപാടിൻ്റെ ഭാഗമാണ്. കാരണം ഇതൊക്കെ അവകാശമായിട്ടാണ് അവർ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അള്ളാഹുവും ഈ മനുഷ്യരും തമ്മിലുള്ള അടിമ ഉടമ ബന്ധത്തെ അവകാശ ബന്ധമാക്കി മാറ്റിയപ്പോൾ ഇപ്പോൾ നമുക്ക് അനന്തരാവകാശം കിട്ടണമെങ്കിൽ നമ്മൾ വല്ല പണി കൊടുക്കണം, വാപ്പെടുത്ത പണി പോലെ. ആ ഒരു നിലപാടിലാണ് അവർ. അത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് അവകാശമായിട്ട് വരേണ്ട ഭൂമിയാണ്, ഞങ്ങൾ പണിയെടുത്ത് നേടേണ്ട ഒന്നല്ല. അതാണ് അവരുടെ നിലപാട്. ആ നിലപാടിലാണ് അവർ നിന്നിട്ടാണ് ഈ വർത്തമാനം അവർ പറയുന്നത്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ സമൂഹത്തിനെക്കുറിച്ച്, ഈ സമൂഹം എന്ന് പറയുന്നത് അവർ ശപിക്കപ്പെട്ട സമൂഹമാണ്. ആരാൽ ശപിക്കപ്പെട്ട? അള്ളാഹുവിനാലും പ്രവാചകന്മാരാലും ശപിക്കപ്പെട്ട ഒരു സമൂഹമാണ്. അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, വഖാലു ഖുലൂബുന ഗുൽഫും ബൽ ലഅനഹുമുല്ലാഹ്, അള്ളാഹു ലഅനത്ത് ചെയ്തിട്ടുണ്ട്. വലാകിൻ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം ലുഅനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം. ഇതൊക്കെ ഈ സൂറയിൽ ഇനി വരാൻ പോകുന്നതാണ്. ഇപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനാലും അവർ ശപിക്കപ്പെട്ട ആ സമൂഹമാണ്. അപ്പോൾ ആ സമൂഹത്തിൻ്റെ ഒരു സ്വഭാവം, നേച്ചർ ഇനി ലോകാവസാനം വരെ എന്തായിരിക്കും എന്നുള്ളത് കൃത്യമായി ഈ മുസ്ലിമീങ്ങളുടെ ബോധത്തിലുണ്ടായിരിക്കണം. അതങ്ങനെയാണ്. കാരണം അവർ നമ്മളുടെ മുസ്ലിമീങ്ങളോട് ശത്രുത എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിപരമായ ഒരു സംഭവമല്ല, അത് ആദർശപരമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും എടുത്തു മാറ്റാൻ പറ്റിയ ഒരു സാധനമല്ല. അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ആ സംഭവം ഉണ്ടാവും. അപ്പോൾ ഈ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും മുഹമ്മദുർ റസൂലിൻ്റെയും സഹാബത്തിനെ കുറിച്ചിട്ട് ആ 2 സംഭവങ്ങളുടെ വ്യത്യാസം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഹുദൈബിയേൻ്റെ ആ സന്ദർഭത്തിൽ
മിഖ്ദാദ് ബിൻ അസ്വദ് എന്ന് പറയുന്ന സ്വഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഇന്ന ലാ നഖൂലു കമാ കാലത്ത് ബനു ഇസ്രായേൽ, ഞങ്ങൾ പറയില്ല ബനു ഇസ്രായേൽ മൂസാ നബിയോട് പറഞ്ഞ പോലെ ഞങ്ങൾ താങ്കളോട് പറയില്ല. ഇദ്ഹബ് അൻത വ റബ്ബുക ഫഖാതിലാ ഹാഹുനാ ഇന്നാ ഖാഇദൂൻ, ഇങ്ങനെ ഞങ്ങൾ ഒരിക്കലും താങ്കളോട് പറയില്ല. മറിച്ച് ഞങ്ങൾ പറയാ വലാകിൻ നഖൂലു ഇദ്ഹബ് അൻത വ റബ്ബുക ഫഖാതിലാ ഇന്നാ മഅകും മുഖാതിലൂൻ എന്നാണ്. താങ്കളും താങ്കളുടെ റബ്ബും യുദ്ധം ചെയ്യുക, ഞങ്ങളും താങ്കളോടൊപ്പം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പറയുക. ഇത് ഈ രണ്ട് സഹാബത്തിൻ്റെയും വ്യത്യാസം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട സംഭവമാണ്. ആ റസൂലിൻ്റെ സഹാബത്തും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സഹാബത്തും തമ്മിലുള്ള ഈ വ്യത്യാസം, ഒന്ന് അവർ ധിക്കാരികളായൊരു സമൂഹമായിരുന്നു, അതിൽ ഊട്ടിയുറപ്പിക്കേണ്ട ഒരു സമൂഹമാണ്. മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് വളരെ വ്യത്യാസമാണ്. ഇനി ഈ ഉഹദ് യുദ്ധത്തിൽ ഈ അവർക്ക് വല്ലാതെ പരിക്കേൽക്കുകയും ധാരാളം സഹാബികൾ അതിൽ നിന്ന് ഷഹീദാവുകയും ഒക്കെ ചെയ്തിട്ട് പോലും പിന്നെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിനെ പിന്തുടരാൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തു ആലി ഇംറാനിൽ പറയാം, അല്ലദീന ഇസ്തജാബൂ ലില്ലാഹി വർ-റസൂലി മിൻ ബഅദി മാ അസാബഹുമുൽ ഖർഹു അല്ലദീന അഹ്സനൂ മിൻഹും വത്തഖൗ അജ്റുൻ അളീം. ആ പരിക്കുകളൊക്കെ ഉള്ളതോടുകൂടി തന്നെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പന, ഓരോരുത്തരുടെ പരിക്ക് പറ്റിയവരെ വേറൊരാൾ പുറത്ത് താങ്ങിയിട്ട് എത്രയെന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ സഹാബത്തും ഈ സഹാബത്തിനെയും ശരിക്ക് നമ്മുടെ മുന്നിലും കണ്ട് വെച്ച് തരികയാണ്. ഏത് സഹാബത്തിനെയാണ്, ഏത് കൗമിനെയാണ് ഈ മുസ്ലിം സമൂഹത്തിന് വേണ്ടത് എന്ന് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഇനി നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിനെ നമ്മളടങ്ങുന്ന ഈ സമൂഹത്തിനെ നമ്മളൊന്ന് താരതമ്യപ്പെടുത്തുക. ഏത് സമൂഹത്തിനോടാവും നമുക്ക് കൂടുതൽ ചായ എന്നൊന്ന് നോക്കിയാൽ മതി. ഏത് സമൂഹത്തിനോടാണ് നമുക്ക് കൂടുതൽ ചായ ഉണ്ടാകുക? വലിയ പണിയൊക്കെ നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മളുടെ നിലപാടെന്താവും? ഇതേ സംഭവമാവും. അതായത് നമ്മൾ കൃത്യമായും നിലപാടിലും വിശ്വാസത്തിലുമൊക്കെ അവരുടെ ഒരു ഫോളോവേഴ്സായിട്ട് മാറി വരികയാണ്. അത് നമ്മളിപ്പോൾ ഇങ്ങനെ സമാധാന കാലത്തൊന്നും ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കതൊന്നും വല്ലാതെ ഒന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഒരു നിർണായക ഘട്ടത്തിൽ നമ്മളുടെയൊക്കെ അവസ്ഥ നമ്മൾ ശരിക്ക് കണ്ടറിയണം. ഏത് സമൂഹത്തിനോടാണ് നമുക്ക് കൂടുതൽ ചായ്വുണ്ടാകുക എന്ന് നമ്മളാണ് ശരിക്ക് ചിന്തിക്കേണ്ടത്. ആ ഒരവസ്ഥയിൽ, അങ്ങനെ തള്ളിപ്പറഞ്ഞൊരവസ്ഥയിൽ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട്, അതായത് ഒരു പ്രവാചകൻ അള്ളാഹുവിനോട് റിപ്പോർട്ട് കൊടുക്കുക. ആ സമൂഹത്തിന് ഈ കണ്ടകാലം പണിയൊക്കെ എടുത്തിട്ട് എത്രയോ വർഷങ്ങളെടുത്ത് പണിയെടുത്തിട്ട് ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പടിവാതിൽക്കൽ നിന്നിട്ടാണ് ഈ സമൂഹം ഈ നബിമാരോട് ഈ പറയുന്നത്. അപ്പോൾ ഇനി അവരെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മുന്നിൽ വെക്കുകയാണ്. ഖാല റബ്ബി ഇന്നി, രക്ഷിതാവേ ഞാനും എൻ്റെ ഈ സഹോദരനുമല്ലാതെ എനിക്ക് ഒന്നും എൻ്റെ ഉടമയിലില്ല. ഈ സഹോദരൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഹാറൂൻ നബി അലൈഹിസ്സലാം ആയിരിക്കാം. പക്ഷേ ബൈബിൾ അനുസരിച്ച് ഈ ഘട്ടത്തിൽ ഹാറൂൻ നബി അലൈഹിസ്സലാം വഫാത്തായിട്ടുണ്ട്. ബൈബിൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ശരിയാതെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ അഹി എന്ന് പറയുന്നത് ഒരു പക്ഷേ യോശുവയായിരിക്കും. കാരണം ബൈബിൾ അനുസരിച്ച് യോശുവ പ്രവാചകനാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് ശേഷം ഖിലാഫത്ത് ഈ ഭരണം ഏറ്റെടുത്തതും യൂഷാ ബിൻ നൂൻ എന്ന് പറയുന്ന അദ്ദേഹമാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ചായിരിക്കാം ഈ പറയുന്നത്, അതായത് രണ്ട് പ്രവാചകന്മാരെ കുറിച്ച് മാത്രം. അതുകൊണ്ട് ഫഫറുക്ക് ബൈനന, ഞങ്ങൾക്കിടയിൽ നീ വേർതിരിക്കണമേ, ബൈനൽ ഖൗമിൽ ഫാസിഖീൻ, ഈ ഫാസിഖീങ്ങളായ ഈ സമൂഹം, അതായത് ഞങ്ങളുടെ രണ്ടു കൂട്ടരുടെയും ചെയ്തികളെ നീ വേർതിരിക്കണേന്നാണ്. ചിലപ്പോൾ ഒരു പക്ഷേ മൂസാ നബി മുമ്പുള്ള പ്രവാചകന്മാരുടെ ആ സംഭവമാവും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകുക, ഇവരെ നശിപ്പിച്ചിട്ട് ഞങ്ങളെ വിശ്വാസികളെ മാത്രം രക്ഷപ്പെടുത്തണേ എന്ന്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകിയിട്ടില്ല. കാരണം ഈ സമൂഹത്തിനെ നശിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. പക്ഷെ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഈ മൂസാ നബിയും ഈ യോശുവയും ഈ കാലേബുമൊക്കെ ഈ സമൂഹത്തിൻ്റെ കൂടെ പിന്നെയും വളരെ കാലം ജീവിക്കാൻ വിധിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ യത്തീഹൂന ഫിൽ അർദി എന്നൊക്കെ പറയുമ്പോൾ ഈ യത്തീഹൂന ഫിൽ അർദിയിൽ ആരുണ്ട്? മൂസാ നബിയുണ്ട്, ഈ യോശുവയുമുണ്ട്, ഈ കാലേബും ഒക്കെ ഉണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, മറിച്ച് ഇതേ വർത്തമാനം നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ ആദ്യം തന്നെ കാബീലുണ്ടാവും, ഹാബീലുണ്ടാവും, പേരുകളുണ്ടാവും. ഖുർആനിൽ എവിടെ ഈ ഹാബീലും ഇല്ല, കാബീലും ഇല്ല, ഇക്ലീമി ഇല്ല, ഒന്നുമില്ല. ആ പേരുകളൊന്നുമില്ല. അത് ഇവിടെ മാത്രമല്ല, ഖുർആൻ്റെ പൊതുവേ ഒരു രീതിയുണ്ട്. ഖുർആൻ്റെ ഒരു പൊതുവേ രീതി, ഇപ്പം ഹവ്വ എന്ന് ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടാകും. ആദ്യത്തെ നമ്മുടെ അമ്മയാണല്ലോ. ഹവ്വ എന്നുള്ള പേരില്ല. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഈ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ കാണാം, നമ്മൾ എല്ലാവർക്കും സുപരിചിതമാണ് ആ വാക്ക് ഖിദ്ർ ഇല്ലേ, ആ പേര് ഖുർആനിലുണ്ടാകും. ആ പേര് ഖുർആനിലില്ല. സൂറത്തുൽ ബഖറയിൽ ആ 100 കൊല്ലം മരിച്ചു കിടത്തിയിട്ടുള്ള ഉസൈറിനെ കുറിച്ചാണെന്ന് പറയുന്ന ഉസൈർ എന്നുള്ള പേരയിലുണ്ടാകും. ഇല്ല. ഇപ്പോൾ ദുൽഖർനൈനി എന്നുള്ള പേര് എന്നല്ലാതെ അതാരായിരുന്നു എന്നുള്ള പേര് അതിലില്ല. അസ്ഹാബുൽ കഹ്ഫിൽ ഉറങ്ങിക്കിടക്കണവരുടെ എണ്ണ എത്രയെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഇവർ പറയണമെന്നല്ലാതെ കൃത്യമായിട്ട് ഇത്രയെന്ന് പറയില്ല. അതായത് ഖുർആൻ്റെ ഒരു സംഭവം അതിന്ന് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഈ മനുഷ്യരൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിലിലേക്കാണ് പോവുക. ആളുടെ പേര്, സ്ഥലം, രാജ്യം അങ്ങനെയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് പോവുക. പക്ഷേ ഈ ഒരു രീതിയല്ല നമുക്ക് ഖുർആനിൽ കാണാം. ഖുർആനിൽ വേറൊരു രീതിയാണ്. ഖുർആനിൽ ഈ മനുഷ്യൻ കഥ സംഭവം പറയുന്നത് പോലെയല്ല ഉള്ളത്. അത് ശരിക്കും ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്നാണെന്നുള്ളൊരു തെളിവും കൂടിയാണ്. കാരണം ഇതിലെന്താ ചോദിച്ചാൽ, ഇതിൽ പാഠങ്ങൾക്കും ഇതിനുമാണ് പ്രത്യേകത ഉണ്ടാവുക, അല്ലാതെ ഈ സംഭവ വിവരണത്തിലല്ല. ഇത് നമ്മൾ ശരിക്കും ബൈബിളും ഖുർആനും നമ്മൾ എടുത്തു വെച്ചാൽ ശരിക്കും മനസ്സിലാവും. ഖുർആനിൽ പറയുന്നൊരു രീതി വേറെയാണ്, ബൈബിൾ പറയുന്നൊരു രീതി വേറെയാണ്. ഒന്ന് മനുഷ്യന്മാർ നമ്മളോട് കഥ പറയുന്നത് പോലെയാണ്, ഒന്ന് ഈ മാനുഷിക സ്വഭാവത്തിലുള്ളതല്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ വിഷയത്തിൻ്റെ ഒരു തഫ്സീർ നോക്കുക. ഈ തഫ്സീറിൽ ആദ്യം ഇവരിങ്ങനെ ചകഞ്ഞിട്ടുണ്ടാകുക, ആരാണ് ഇവർ, ഹാബീലാണോ കാബീലാണോ എന്താണോ വിഷയം എന്നൊക്കെയാണ്. പക്ഷേ ഖുർആനിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ പരിപാടി ഉണ്ടാവില്ല. എന്നാൽ ഇതിൽ നിന്ന് എടുക്കേണ്ട പാഠം അത് കൃത്യമായിട്ട് അതിൽ കിടക്കുന്നുണ്ടാവും. ആരുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഈ പാഠം കൃത്യമായിട്ട് അതിലുണ്ടാവും. അപ്പോൾ അത് ഖുർആൻ്റെ ഒരു പ്രത്യേകതയും കൂടി. അതുകൊണ്ടാണ് ഇവിടെ ഈ ഹാബീലും ഇല്ല, കാബീലും ഇല്ല, ഈ പേരുകളൊന്നും ഇതിലില്ല. ഇതൊക്കെ നമ്മൾ വേറെ ചരിത്രത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശ രൂപം നമുക്ക് അറിയാൻ വേണ്ടി മാത്രം നമ്മൾ അതിൻ്റെ ഒരു സംഭവം പറയാം. അതായത് ആദം നബി അലൈഹി ഇസ്ലാമും ഹവ്വയും ഭൂമിയിൽ വന്നു. ഭൂമിയിൽ വന്നിട്ട് അവർക്ക് മക്കളുണ്ടായി. ആദ്യത്തെ മകനാണ് കാബീൽ, ആദ്യത്തെ മകൻ. അതായത് ഹവ്വ റളിയല്ലാഹു അൻഹയുടെ പ്രസവം എന്ന് പറയുന്നത് ഒരാണും പെണ്ണുമാണ് ഒരു പ്രസവത്തിലുണ്ടാവുക. ഒരാണും ഒരു പെണ്ണും. രണ്ടാമത്തെ പ്രസവത്തിൽ ഇതേപോലെ ഒരാണും ഒരു പെണ്ണും. അപ്പോൾ ആദ്യത്തെ പ്രസവത്തിലുണ്ടായതാണ് ഈ കാബീലും മറ്റൊന്ന് ഇക്ലീമ എന്ന് പറയുന്ന ഒരു പെണ്ണും. ഇത് അതിന് ഖുർആൻ ഈ അറബിയിൽ പറയാം വദിയ എന്നാണ് ആ സ്ത്രീയുടെ പേര്. മറ്റേ പ്രസവത്തിൽ ഹാബേലും ലൂത്തയും, അറബിയിൽ ദമീമ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഖുർആൻ അറബിയിൽ കാബേൽ എന്ന് പറയും, മറ്റൊരു കായേൻ എന്ന് പറയും, ബൈബിളിൽ കായേൻ. അപ്പോൾ ഇവരുടെ വാപ്പ എന്ന് പറയുന്നത് നബിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീഅത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആദ്യ പ്രസവത്തിലുള്ള ആണും രണ്ടാമത്തെ പ്രസവത്തിലുള്ള പെണ്ണും തമ്മിലാണ് വിവാഹം ചെയ്യേണ്ടത്. അതായത് ഈ മനുഷ്യൻ്റെ ഈ സംഭവത്തിൽ ഉള്ള സംഭവത്തിൽ എന്താ ചോദിച്ചാൽ, ഈ വിലക്കുകളുണ്ട്. ഇപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിനെയും ഹവ്വയെയും ഉണ്ടാക്കിയിട്ട് സ്വർഗത്തിൽ അവിടെ വെച്ചപ്പോൾ തന്നെ ആദ്യം വിലക്ക കൊടുത്തത് അല്ലേ, ആ ഒരു വൃക്ഷത്തോട് അടുക്കരുത്. ഈ വിലക്കാണ് ശരിക്ക് അടിസ്ഥാനപരമായിട്ട് ഈ തഖ്വയെ ഉണ്ടാക്കി തീർക്കുന്നത്. ഈ വിലക്ക് ഇവിടെയും വിലക്കുണ്ട്. സഹോദരന്മാരാണ് കല്യാണം കഴിക്കുന്നത് എങ്കിൽ പോലും അവിടെ ഒരു വിലക്കുണ്ട്. എന്താ വിലക്ക്? അത് ആ ഒരേ പ്രസവത്തിലുള്ള അവർ തമ്മിൽ വിവാഹം ചെയ്തുകൂടാ. പക്ഷെ കാബീലിന് ഈ ഇക്ലീമയെ തന്നെ വേണം. നമ്മളിത് കുറ്റകൃത്യങ്ങൾ എങ്ങനെ ഉടലെടുക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഇതിൽ വരിക. കാരണം ഇതിന് ശേഷവും ധാരാളം കുറ്റകൃത്യം അടുത്ത കാലത്തൊക്കെ നടന്നിട്ടുണ്ടാകുമല്ലോ, റസൂലിൻ്റെ അടുത്ത കാലത്ത്. പക്ഷെ ആ ഇതിലേക്കൊന്നും പോവാതെ ഒരു തെളിഞ്ഞ സംഭവത്തിൽ, വേറെ കുറ്റകൃത്യങ്ങളൊന്നും നടന്നിട്ടില്ലാത്ത ഒരു തെളിഞ്ഞ സംഭവത്തിൽ എങ്ങനെയാണ് കുറ്റകൃത്യങ്ങൾ ഉടലെടുക്കുന്നത്,
അത് കൃത്യമായിട്ട് നമുക്ക് ആ തെളിച്ചത്തോടെ തരികയാണ്. അതാണ് ആദമിൻ്റെ 2 മക്കളിലേക്ക് പോയിട്ട് ഈ കാര്യം പറയണത്, കുറ്റകൃത്യങ്ങൾ. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നിയമം, നമുക്ക് എന്തിനാണ് നിയമം, എന്തിനാണ് നമ്മുടെ ഈ നിയമ സംവിധാനങ്ങൾ, കോടതികൾ, മറ്റ് സംഭവങ്ങളൊക്കെ എന്തിനാണ്? അതായത് കുറ്റകൃത്യങ്ങൾ ഉടലെടുക്കുക എന്ന് പറയുന്നത് ഈ വിലക്കിൻ്റെ സംഭവമാണ്. വിലക്കപ്പെട്ട സംഭവങ്ങൾക്ക് ഏതെങ്കിലും നിലക്ക് ആകർഷണീയത ഉണ്ടാവും. വിലക്കപ്പെട്ട സംഭവങ്ങൾക്ക് ഏതെങ്കിലും നിലക്ക് ആകർഷണീയത ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ വ്യഭിചാരം, പലിശ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് അതിലേക്ക് ആകർഷിക്കപ്പെടുന്നൊരു സംഭവങ്ങളുണ്ടാവും ഭൗതികമായിട്ട്. ഈ ആകർഷണം എങ്കിൽ പിന്നെ ഈ പരീക്ഷണമില്ല. അതുകൊണ്ടാണ് ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല എന്ന് പറയും. എല്ലാത്തിലും അതിൻ്റേതായ ഒരു ആസ്വാദനം, സൗന്ദര്യമൊക്കെ ഉണ്ട്. ഈ കുറ്റകൃത്യങ്ങൾ ഭൂമിയിലുള്ള സാധനങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ അതിൽ സ്വാഭാവികമായിട്ടും മനുഷ്യനെ അതിലേക്ക് ആകർഷിക്കും. ആ ആകർഷണീയതയെ പിടിച്ചു നിർത്തിയിട്ട് അതാണ് തഖ്വാബോധം എന്ന് പറയണം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ കാബീലിന് ഈ ഇക്രീമയെ തന്നെ വേണം. അപ്പോൾ ഇത് ആദം നബി അലൈഹിസ്സലാം നബി ആയതുകൊണ്ട് തന്നെ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ആദം നബി അലൈഹിസ്സലാം ഇവർക്ക് നിർദ്ദേശിച്ച ഒരു പരിപാടിയാണ് ഇത് ഖർറബ ഖുർബാനൻ. നിങ്ങൾ 2 പേരും ഒരു ബലി നടത്തുക, ഒരു ഖുർബാൻ നടത്തുക. ബലി എന്ന് പറയുമ്പോൾ നമ്മൾ വെറും മൃഗബലിയാന്ന് വിചാരിക്കേണ്ട, ഒരു ഖുർബാൻ. അതായത് ഖർബ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ളൊരു പ്രവൃത്തി എന്നുള്ള നിലക്കാണ് ഇതിന് ഖുർബാൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആരുടെ ഖുർബാനാണോ അള്ളാഹു സ്വീകരിക്കുന്നത് അയാളുടേതാണ് അവകാശം. അദ്ദേഹം അത് തീർപ്പ് കൽപ്പിക്കുകയാണ്. അങ്ങനെ അവർ 2 പേരും ഈ ഖുർബാൻ സമർപ്പിച്ചു. ഫത്തു കുബ്ബില മിൻ അഹദിഹിമ, അവർ 2 പേരിൽ നിന്ന് ഒരാളുടെ ഖുർബാൻ സ്വീകരിക്കപ്പെട്ടു. അതായത് ഹാബേലിൻ്റെ ഖുർബാൻ സ്വീകരിക്കപ്പെട്ടു. വലം യുതഖബ്ബൽ മിനൽ ആഖരി, കാബേലിൻ്റേത് സ്വീകരിക്കപ്പെട്ടില്ല. അതായത് അള്ളാഹു സ്വീകരിച്ചില്ല. അപ്പോൾ അയാളുടെ പ്രതികരണം, സാധാരണഗതിയിൽ നമ്മളുടെ അള്ളാഹുവുമായിട്ടുള്ളൊരു ഇടപാടിൽ നമുക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയ സാധാരണഗതിയിൽ നമ്മളെന്താ ചെയ്യുക, നമ്മുടെ കുഴപ്പമാണെന്നല്ലേ നോക്കുക. പക്ഷേ ഇതങ്ങനെയല്ല ഉണ്ടായിരുന്നതാണ്. ഇത് ശരിക്കും ബനൂ ഇസ്രായേലിയരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം കേട്ടോ. ബനൂ ഇസ്രായേലിയരുമായി അവരുടെ സ്വഭാവങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ സംഭവത്തിൻ്റെ കൃത്യമായ തെളിച്ചം നമുക്ക് ഇങ്ങ് വരിക. ഇതാണ് ബനൂ ഇസ്രായേലിൻ്റെ സ്വഭാവം. അവർ അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ നിന്ന് പുറത്തു പോകാൻ കാരണം അവരല്ല, പിന്നെ ആരാ? ഇവിടെ ഹാബേലായതുപോലെ അവിടെ മുഹമ്മദും മുസ്ലിമീങ്ങളുമാണ്. ഇതാണ് അത് കറക്റ്റ്. ഓരോ സംഭവത്തിലും ഇതിൻ്റെ ഈ കണക്ഷനുകൾ നമുക്ക് കാണാം. അപ്പോൾ അത് ആ ഹാബീലിനോട് പറയാനില്ല, അക്തുലന്നക്ക്, നിന്നെ ഞാൻ കൊല്ലും. പിന്നുള്ള മാർഗം അതാണ്. അതായത് ഒരു വസ്തുവിന് 2 അവകാശികൾ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുക? ഒന്നുകിൽ അതിനൊരു നിയമമുണ്ടാവും, ആ നിയമത്തിനകത്ത് നിന്നിട്ട് അത് പരിഹരിക്കണം. ആ നിയമം ഞാൻ അംഗീകരിക്കണില്ലെങ്കിലോ പിന്നുള്ള പാർട്ടി ആ 2ാമത്തെ അവകാശിനെ ഇല്ലാണ്ടാക്കുക എന്നല്ലേ. അതാണ് കുറ്റകൃത്യം. ഇപ്പോൾ സ്വർഗം നേടാൻ വേണ്ടിയിട്ട് ഇവിടെ ആരെങ്കിലും കൊല്ലേണ്ടി വരണുണ്ടോ? വരില്ല. കാരണം തഖ്വയുള്ള 2 ആളുകൾ അന്നെ ഒഴിവാക്കിയിട്ട് ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിച്ചിട്ട് കൊല്ലില്ലല്ലോ. അതെന്താണെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ ആശിക്കുന്നതൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ പരിമിതികളുണ്ട്. സാധനം ഒന്നേ ഉണ്ടാവുള്ളൂ, അവകാശികൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവർ പലരും ഉണ്ടാവും. അങ്ങനെയല്ലേ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഉണ്ടാകുന്നത്. അതാണ് സംഭവങ്ങൾ. അപ്പോൾ ഇത് ഭൂമിയിലുള്ളൊരു വിഷയമാണിത്. ഭൂമിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉടലെടുക്കും. കാരണം അവിടെ അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ആരാണോ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പരിഗണന കൊടുക്കുന്നത്, ആരാണ് സ്വന്തം ഇച്ഛകൾക്ക് പരിഗണന കൊടുക്കുന്നത്, അതാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്ന് പറയുന്നത്. എന്ത് വിഷയം ഭൂമിയിൽ ഈ മനുഷ്യർ സംഭവിക്കുമ്പോഴും മനുഷ്യർ ഈ 2 സംഭവത്തിൻ്റെ ഇടയിലാണ്. അത് ചെറുതോ വലുതോ ഏതോ ആവട്ടെ, ഈ 2 സംഭവത്തിൻ്റെ ഇടയിലാണ്. അതിനാണ് നമ്മൾ മനസ്സാക്ഷി എന്ന് പറയാം. ഇതിനാണ് ഈ സംഭവം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കും. നമ്മൾ ഏതിനാണോ മുൻഗണന കൊടുക്കുന്നത് ആ സംഭവത്തിൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ പോകും. ഒരാൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്കാണ് മുൻഗണന കൊടുക്കുന്നത് എങ്കിൽ ആ തൃപ്തിക്ക് അനുസരിച്ച്, അതിൻ്റെ പരിശ്രമത്തിനനുസരിച്ച് അള്ളാഹു അയാൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഓപ്പോസിറ്റാണ് അയാൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിനും ഫസനു യസ്സിറുഹൂലിൽ യുസ്ര, ഫസനു യസ്സിറുഹൂലിൽ ഉസ്ര എന്ന് പറയുന്നത് അതാണ്. കാരണം ഈ 2 സംഭവങ്ങളും ഈ മനുഷ്യരിലുണ്ട്. അതാണ് അൽഹമഹ ഫുജൂറഹ
വ തഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വ ഖദ് ഖാബ മൻ ദസ്സാഹ. ഏതിനെയാണോ തീരുമാനിക്കേണ്ടത് നമ്മളാ, ഏതാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അയാൾ പിന്നെ അയാളുടെ റൂട്ട് അതാണ്, ഈ ആളെ ഇല്ലാതെയാക്കുക. അപ്പോൾ ഇദ്ദേഹം ഈ ഹാബയിൽ പറയുന്ന വർത്തമാനമാണ് അത് തഖ്വയുടെ ഭാഗമായിട്ടുള്ള വർത്തമാനം. അദ്ദേഹം പറയാം, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുടെ പേരിലല്ലാതെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കുന്ന പരിപാടിയില്ല. അള്ളാഹുടെ അടുത്ത് നമ്മൾ ഈ അമലിൻ്റെ വലിപ്പമോ കുറപ്പോ, ഭൂമിയിൽ അതിൻ്റെ മാനദണ്ഡമല്ല അള്ളാഹുവിൻ്റെ അടുത്തുള്ളത്. അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് തഖ്വയാണ്. ലൻ യനാലല്ലാഹ ലുഹൂമ കണ്ട ദിമാഉഹ, അതിൻ്റെ ഇറച്ചും അതിൻ്റെ രക്തമൊന്നും എൻ്റെ അടുത്തേക്ക് എത്താൻ പോകില്ല. വലാക്കി യനാലുഹു തഖ്വ, തഖ്വയാണ് എൻ്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ്. അതാണ് ഇവിടെയും പറയുന്ന സംഭവം. ഇതൊക്കെ ഒരേ സംഭവം ഈ പറയുന്നത്. എന്നിട്ട് പറയല്ലേ ഇൻ ബസത്ത തായാണ്, അത് പാരായണം ചെയ്യുമ്പോൾ ഒന്നിലേക്ക് ചേർത്തിട്ട് അല്ലേ, ബസത്ത. ബസത്താണ് അതിൻ്റെ വാക്ക്. മറ്റേ നീ എന്നുള്ള തായാണ്. അതാണ് ലൈം ബസത്ത ഇലയ്യ, എന്നിലേക്ക് നീ. ബസത്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈ ഉയർത്തുക എന്നുള്ള ആ അർത്ഥത്തിന്, നീട്ടുക എന്നൊക്കെ പറയണേ. യതക്ക, നിൻ്റെ കൈ എന്നിലേക്ക് നീ ഉയർത്തുന്നുണ്ടെങ്കിൽ ലി തഖ്തുലനി, എന്നെ കൊല്ലാൻ വേണ്ടി. മാ അന, ഞാനല്ല ബി ബാസിത്തിൻ യദിയ ഇലൈക ലി അഖ്തുലക. അതൊരു മുസ്ലിമിൻ്റെ കൃത്യമായ നിലപാടാണ്. അതായത് നമ്മളെ ഒരാൾ കൊല്ലാൻ വരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ്. നമ്മൾ ഒരു പ്രതിരോധം എന്നുള്ള നിലക്ക് അയാൾ ആദ്യം തന്നെ കൊല്ലണോ പോയിട്ട്? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരാൾ നമ്മളെ കൊല്ലുമെന്ന് ഉറപ്പായാൽ അതിനുള്ള പ്രതിരോധ നടപടി എടുക്കാൻ പാടില്ല എന്നല്ല ഈ പറയണത്. പ്രതിരോധ നടപടി എടുക്കാൻ പാടില്ല എന്നല്ല പറയണത്. അയാൾ നമ്മളെ കൊല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് സെക്യൂരിറ്റി ഏർപ്പെടുത്തി അയാളിൽ നിന്ന് ഒഴിവുകയോ അതൊക്കെ ചെയ്യാം. പക്ഷേ അത് വെച്ചിട്ട്, ഊഹം വെച്ചിട്ട് അയാൾ ഇന്നെ കൊല്ലുമല്ലോ എന്ന് വെച്ചിട്ട് അയാളെ നമ്മൾ പോയി ആദ്യം ഇല്ലാതാക്കുക, അത് പറ്റില്ല. ഇത് സൈനികമായിട്ടുള്ള വർത്തമാനം എന്നല്ല ഈ പറയുന്നത്. വ്യക്തികൾ തമ്മിലുള്ളൊക്കെ വിഷയങ്ങളിലാണ് ഈ പറയുന്നത്. ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയണം, ഞാൻ അങ്ങനെ ഈന്നെ കൊല്ലുമെന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ എന്നെ അതിൻ്റെ മുമ്പേ കൊല്ലാനുള്ള പരിപാടിയൊന്നും ഞാൻ ചെയ്യില്ല. അത് എൻ്റെ നിലപാടാണ്. കാരണം എന്താ ചോദിച്ചാൽ, ഇന്നി അഖാഫുല്ലാഹു റബ്ബൽ ആലമീൻ, അള്ളാഹ്ക്ക് അത് ഇഷ്ടമല്ല എന്നുള്ളതാണ് വിഷയം. അങ്ങനെയൊക്കെ പറ്റാണ്ടോ എനിക്ക് സാധ്യത ഇല്ലാണ്ടോ എന്നല്ല, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്താൽ അത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് എന്താണോ ഇഷ്ടം അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. എൻ്റെ വിഷയം എന്ന് പറയുന്നത് എൻ്റെ ഇച്ഛകളെ തൃപ്തിപ്പെടുത്തലാണ്. ഇന്നി ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഞാൻ തീരുമാനിച്ചത് എന്നുള്ള അർത്ഥത്തിലല്ല, ഞാൻ മനസ്സിലാക്കുന്ന കാര്യമുണ്ടല്ലോ, അത് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്തബു അബീസ്മി, എൻ്റെ കുറ്റം കൊണ്ടും വൈസ്മിക്ക, നിൻ്റെ കുറ്റം കൊണ്ടും നീ മടങ്ങണം എന്നാണ്. അതായത് നീ എന്നെ ആക്രമിക്കാൻ വരുമ്പോൾ ഞാൻ ഒരു പക്ഷേ ഈ ആക്രമിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ പ്രതിരോധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ ഈ കൊല്ലപ്പെടും ചെയ്യും, ഇല്ലേ? അത് സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ ആ കുറ്റം കൂടി ആരുടെ? അങ്ങനെ എന്നിൽ നിന്ന് വരുന്ന ആ കുറ്റം കൂടി നിൻ്റെ ആവണം എന്നാണ്. കാരണം എൻ്റെ പേരിൽ ഈ കുറ്റം വരവെക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് നീ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലേ അതുണ്ടാവുകയുള്ളൂ. ഞാൻ പറയുന്നത് ക്ലിയറാണോ? അങ്ങനെ അതാണ് തെബു അബീസിമി, എൻ്റെ കുറ്റം കൊണ്ട് നീ മടങ്ങണം, വൈസിമിക്കാൻ നിൻ്റെ കുറ്റം നീ ഏറ്റെടുക്കണം. അങ്ങനത്തെ പരിപാടിക്കേ ഞാനുള്ളൂ. ഇപ്പോൾ തെക്കൂന മിന്ന സുഹാബിന്നാർ, അങ്ങനെ നീ നരകത്തിൻ്റെ ആളാവണം. ഞാൻ നരകത്തിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, എനിക്കത് വേണ്ട. വദാലിക ജസാ ഉൽ-ളാലിമീൻ, അതാണ് വാലിമീങ്ങൾക്കുള്ള, അക്രമികൾക്കുള്ള പ്രതിഫലം. അതാണ് അക്രമിക്കുള്ള അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം. ഇതാണ്. ആ പ്രതിഫലത്തിന് നീ പോണം, ഞാൻ ആ പ്രതിഫലത്തിന് ഇല്ല. അതാണ് എൻ്റെ നിലപാട്. പക്ഷേ ഇതൊക്കെ അദ്ദേഹത്തിന് ആവുന്ന മാതിരിയൊക്കെ തഖ്വയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ മൂപ്പർക്ക് അതൊന്നും യേശുന്നില്ല എന്നുള്ളതാണ്. അതാ സംഭവം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പിന്നീട്
ഉണ്ടാവുന്ന സംഭവമാണ് ഇനി പറയുന്നത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് പ്രതിരോധം എന്ന് പറയുന്നത് മുസ്ലിമിൻ്റെ അവകാശമാണെന്നാണ്. അത് അവകാശമാണ്, സംസ്കാരമാണ്. മുസ്ലിമിൻ്റെ അവകാശവുമാണ്, അത് സംസ്കാരവുമാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധം ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ്, ഇദൽ തക്കൽ മുസ്ലിമാനി ബി സൈഫിഹിമ ഫൽ ഖാത്തിലു വൽ മഖ്തൂലു ഫിന്നാർ എന്നാണ്. അതായത് ഒരാൾ, രണ്ട് മുസ്ലിമീങ്ങൾ അവരുടെ വാളുകൊണ്ട് ഏറ്റുമുട്ടിയിട്ട് ഒരാൾ മറ്റൊരാളെ കൊന്നാൽ ഈ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്നാണ്. കൊല്ലവനും അപ്പോൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഹാദൽ ഖാത്തിൽ, ഈ കൊന്ന ആളുടെ കാര്യം ഓക്കെ, കൊന്ന ആളുടെ നരകത്തിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ കൊല്ലപ്പെട്ടവൻ, ഫമാ ബാലുൽ മഖ്തൂൽ, ഈ കൊല്ലപ്പെട്ടവൻ എങ്ങനെയാണ് നരകത്തിൽ പോകുന്നത്? അപ്പോൾ റസൂൽ പറയാം, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബി, അയാൾ മനസ്സിൽ മറ്റവനെ കൊല്ലണമെന്ന് വെച്ചിട്ടല്ലേ വാളെടുത്തത്. കൊല്ലാൻ പറ്റിയില്ല എന്നുള്ളത് വേറൊരു വിഷയമാണ്. പക്ഷേ അയാൾ അതിന് തുനിഞ്ഞു, അയാൾ മനസ്സിൽ കരുതി എന്നതുകൊണ്ട് തന്നെ അയാൾക്ക് നരകം ഉറപ്പായി എന്നാണ്. അപ്പോൾ അതാണ് നേരത്തെ നമ്മൾ ഹാബീൽ പറഞ്ഞ ആ വിഷയം. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരിക്കലും ഇദ്ദേഹത്തിനെ കൊല്ലണം എന്നുള്ള സംഭവമില്ല. പക്ഷേ യാദൃശ്ചികമായി അങ്ങനെ സംഭവിച്ചാൽ പോലും അതിൻ്റെ കുറ്റം ഏറ്റെടുക്കേണ്ടത് കാബീൽ ആണ് എന്നാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു സഹാബി റസൂലിനോട് ചോദിക്കാം, ഒരാൾ എൻ്റെ ധനം അപഹരിക്കാൻ ശ്രമിച്ചാൽ ഞാൻ എങ്ങനെയാണ് അയാളെ പ്രതിരോധിക്കേണ്ടതെന്ന് റസൂലിനോട് ചോദിക്കാം. അപ്പോൾ റസൂല് അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുക, അള്ളാഹുവിനെ കുറിച്ചിട്ട് അയാളിൽ ബോധം ഉണ്ടാക്കി കൊടുക്കുക, തഖ്വാ ബോധം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അയാൾ ചോദിക്കുക, അങ്ങനെ ബോധം ഉണ്ടായില്ലെങ്കിലോ? അപ്പോൾ റസൂൽ പറയാം, ചുറ്റുമുള്ള മുസ്ലിമീങ്ങളോട് അയാൾക്കെതിരെ സഹായം ആവശ്യപ്പെടുക, ചുറ്റുഭാഗത്തുള്ള മുസ്ലിമീങ്ങളോട്, അയാളുടെ ഹൗലിലുള്ള. അപ്പോൾ അങ്ങനെ ആരും ഇല്ലെങ്കിലോ, ചുറ്റിനൊന്നും ആരും ഇല്ലെങ്കിലോ, സഹാബി പിന്നെയും ചോദിക്കുക, അപ്പോൾ ഭരണാധികാരികളോട് സഹായം ചോദിക്കണം. അപ്പോൾ അയാൾ ചോദിക്കുക, ഭരണാധികാരി അതിന് തയ്യാറായില്ലെങ്കിലോ? ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ ഭരണാധികാരികളോട് ചോദിച്ചാൽ കിട്ടുമെന്ന് യാതൊന്നും ഒരു ഉറപ്പില്ല. അപ്പോൾ റസൂല് പറയാം, സ്വയം പൊരുതി സ്വന്തം ധനം സംരക്ഷിക്കണം, സ്വയം പൊരുതണം, അല്ലെങ്കിൽ അതിന് വേണ്ടി രക്തസാക്ഷിയാവണം. ആ സംഭവം അപ്പോഴും ആ സംഭവം വിട്ടുകൊടുക്കാനല്ല പറയുന്നത്, അതിന് വേണ്ടി, അതായത് സ്വന്തം ധനത്തിന് വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വിശ്വാസി പൊരുതുന്നതെങ്കിൽ അതിൽ അയാൾ കൊല്ലപ്പെട്ടാൽ അയാൾ ആരാണ്? രക്തസാക്ഷിയാണ്. അതാണ്. അപ്പോൾ അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ സാധനമാണ്. അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്വത്തും ജീവനും ഒക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ സംസ്കാരമാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. പക്ഷേ ഇവിടെ തവ്വാഅത്ത് ലഹു നഫ്സുഹു, അവൻ്റെ ആ മനസ്സ്, അതായത് ആ കുറ്റകൃത്യങ്ങളിലേക്ക് ചാഞ്ഞ ആ മനസ്സുണ്ടല്ലോ, ആ മനസ്സ് അവനെ അങ്ങ് പ്രേരിപ്പിച്ചു. ഖത്ല അഖൈഹി, അവൻ്റെ സഹോദരനെ കൊല്ലാൻ. ഫഖതലഹു, ആ പ്രേരണക്ക് വഴങ്ങി അയാൾ അവനെ കൊന്നു. അതായത് കാബീൽ ഹാബീലിനെ കൊന്നു. ആദ്യത്തെ കൊല ഭൂമിയിൽ നടന്നു. പക്ഷേ ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, ആ ചങ്ങായി ആകെ നഷ്ടപ്പെട്ടവരുടെ ഒരു നഷ്ടബോധമാണ് അയാൾക്കിതിലുണ്ടായത്, നേടിയ ബോധമല്ല ഉണ്ടായത്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഈ സംഭവം നടന്നപ്പോൾ വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഇയാൾ നേടാൻ ആഗ്രഹിച്ച പെണ്ണുണ്ട്, സഹോദരങ്ങളുണ്ട്, മറ്റ് പല ആൾക്കാരിൽ നിന്നുള്ള സുഹൃത്തുക്കളൊന്നും ഇയാൾക്കില്ല. ഈ സഹോദരങ്ങളെ സുഹൃത്തുക്കളായിട്ടുള്ളൂ. അത് വലിയ ഒരു കൃത്യമായ കാഴ്ചയാണ് നമുക്ക് ഈ ആദ്യത്തെ ഈ സംഭവത്തിലേക്ക് തരുമ്പോൾ തരിക. കാരണം പുറത്തുനിന്ന് വേറെ ആരുമില്ല, ധാരാളം സംഭവങ്ങളില്ല, അങ്ങനെ കൊന്ന് ഇങ്ങനെ കൊന്നുണ്ടായി എന്നൊന്നും പറയാൻ ആകെ കൺഫ്യൂഷനായിട്ട് കിടക്കുന്ന ധാരാളം സംഭവങ്ങളില്ല. വളരെ ക്ലിയർ ഒരു സംഭവത്തിലാണ് കാര്യങ്ങളെ കാണുന്നത്. ഇത് ഇയാളുടെ മനസ്സിലുണ്ടാക്കിയ ആ നഷ്ടബോധം, ഈ വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇക്ലീമ എന്ന് പറയുന്ന മൂപ്പര ആഗ്രഹിക്കുന്ന പെണ്ണ് തന്നെയും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുമെന്ന് യാതൊരു സംഭവം അറിയില്ല. ഇങ്ങനെ കൊന്നിട്ടാണെന്ന്, കാരണം അതും സഹോദരനല്ലേ, വെറും കാമുകൻ എന്നുള്ളതല്ലല്ലോ ഇവിടെ സംഭവം, രണ്ടാളും സഹോദരങ്ങളാണല്ലോ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ അയാളുടെ മനസ്സിൽ വല്ലാതെ കടന്നിട്ടുണ്ടാവും. നമുക്കിപ്പോൾ ഈ ഭാവനയൊക്കെ വെച്ചിട്ട് കുറേ നമുക്ക് പോകാം. പക്ഷേ അത്രയും എങ്ങനെ ആയാലും നമ്മളിപ്പോൾ ആ ചങ്ങായി അനുഭവിച്ച
ആ മാനസികാവസ്ഥയിലേക്കൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. പക്ഷേ കുറേയൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ സംഗതി മനസ്സിലാവും ഈ സിറ്റുവേഷനുകളൊക്കെ വെച്ചിട്ട്. അപ്പം അങ്ങനെ ഇതിൻ്റെ ഇതൊരു പറയുന്നത് വെച്ചാൽ ഇയാൾക്ക് ഇത് എന്താണ് പിന്നെ ചെയ്യേണ്ടത് എന്നറിയില്ല. ഇത് ആരും അറിയാതെ ഒപ്പിക്കണമല്ലോ ഈ കൊല നടന്നത്. കാരണം കൊല പെട്ടെന്ന് ഊഹിക്കില്ല, ആ സമൂഹത്തിൽ കൊല ഊഹിക്കില്ല. കാരണം മുമ്പേ ഒരു കൊല നടന്നിട്ടില്ല. ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴാണല്ലോ നമുക്ക് ഇത് അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നുള്ളതൊക്കെ പെട്ടെന്ന് ഇതിലേക്ക് കയറി വരിക. ഇതൊരു ഫ്രഷ് സംഭവമാകുമ്പോൾ തന്നെ മറ്റുള്ളവരൊന്നും ഇതിങ്ങനെ നടന്നിട്ടുണ്ടാവും എന്നുള്ളത് ഊഹിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇയാൾക്ക് മറച്ചു വെക്കണം, സംഭവം മറച്ചു വെക്കണം. എന്തുണ്ടായി എന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കണമെങ്കിൽ ഇത് ഇയാളുടെ ഇതിൻ്റെ തെളിവുകളൊക്കെ മറക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണ് അയാളിങ്ങനെ, അതാണ് അയാളുടെ ഖസാറ്. അയാളുടെ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട തൗബയാണിത്, നമ്മൾ ഒരിക്കലും മനസ്സിലാക്കേണ്ട കേട്ടാ. ആ ഖസാറ് ആകെ കയ്യിൽ നിന്ന് പോയല്ലോ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. പക്ഷേ അപ്പോഴും അയാളുടെ മനസ്സ് കുറ്റവാളിയുടെ മനസ്സാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാണ് അള്ളാഹുടെ ഇടപെടൽ എന്ന് പറയുന്നത്. തിന്മക്ക് വേണ്ടിയും അള്ളാഹ് സൗകര്യം ഒരുക്കി കൊടുക്കും, നന്മക്ക് വേണ്ടിയും അള്ളാഹ് സൗകര്യം കൊടുക്കും. ഏത് റൂട്ടിലാണ് പോവാൻ അയാൾ താല്പര്യപ്പെടുന്നത് അതിനനുസരിച്ചാണ് അള്ളാഹു സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. രണ്ടും അള്ളാഹ് ഏർപ്പെടുത്തുന്നത് തന്നെ. അതുകൊണ്ടാണ് ഫബഅസല്ലാഹു, അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നത്. ഫബഅസല്ലാഹു ഖുറാബൻ, ഒരു ഖുറാബിനെ അള്ളാഹു നിയോഗിച്ചു. യബ്ഹസു, ഖുർആനിൽ ഈ ബഅസൊക്കെ ഈ യബ്ഹസു ഒക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെ ഇല്ല ആ വാക്ക്. ബഹസ എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ ഡിക്ഷണറിയിൽ പറയുന്നത് എന്താ വെച്ചാൽ മണ്ണിൽ ഒരു സാധനം ഇങ്ങനെ തേടുക, മണ്ണിൽ തേടുക. ഭൂമിയിൽ അത് ഇങ്ങനെ ചിക്കി ചകയുന്നതായോ തിരയുന്നതായോ ഒക്കെ കണ്ടു. നമ്മൾ ഇവിടെ ഈ ഖുറാബ് എന്ന് പറയുമ്പോൾ ഈ കാക്ക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ കാക്ക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാധനമാണ്. അത് നമ്മൾ ഈ കാക്കനെ കുറിച്ചിട്ട് നമ്മൾ നെറ്റിലോ ഗൂഗിളിലോ ഒക്കെ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. അതായത് ഈ കാക്കക്ക് വേറൊരു പേരെന്താ ചോദിച്ചാൽ ചിരഞ്ജീവി എന്നാ അല്ലേ? എന്താ കാരണം? ഭയങ്കര ആയസ്സാണ് അത്ര മൂപ്പർക്ക്, ഭയങ്കര ആയസ്സാണ്. ലോകത്തിലെവിടെയുണ്ട് ഈ പഹയന്മാർ? ലോകത്തിലെവിടെ ചെന്നാലും ഈ കാക്കണ്ടത്രേ. സംഘടിത ശക്തി അതൊരു ഭയങ്കര സാധനം അവരുടെ. അതീവ ബുദ്ധിശാലിയാണ് ഈ സാധനം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ മൂപ്പര് സംഗതി കണ്ടറിഞ്ഞിട്ടുണ്ടാവും. അത് കാക്കനെ തന്നെ നമ്മൾ നിരീക്ഷിച്ചാൽ മതി. കാക്ക ബാക്കിയുള്ള ജീവികളെ പോലെ ഒന്നല്ല, സ്വന്തം സുരക്ഷയിൽ ഭയങ്കര ശ്രദ്ധ ഉള്ള പഹയന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇപ്പോൾ കാക്കക്കൊക്കെ കുറേ തീറ്റിട്ട് കൊടുത്തിട്ട് നിങ്ങളൊന്ന് ഇണക്കി പിടിച്ച് നോക്കുക. ഒരൊറ്റ പ്രാവശ്യങ്ങൾ അതിനൊന്ന് ഞെട്ടിച്ചാൽ മതി, പിന്നെ അങ്ങനെ ആ പരിസരത്തേക്ക് വരില്ല, കാക്ക വരില്ല. എന്തും തിന്നും ഈ പഹയൻ. കാക്ക തിന്നാത്തൊരു സാധനം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരഞ്ഞ കാക്ക തിന്നാത്തൊരു സാധനമില്ല. അതുമാതിരി ഭക്ഷണം ഒളിച്ചു വെക്കുന്ന ജീവിയാണെന്ന് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ ഇപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്ന് ഈ വെള്ളം പുറത്തേക്ക് വരാനുള്ള പൈപ്പുകളില്ലേ, ഞാൻ പലപ്പോഴും ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ ഈ കാക്ക ഇതിൽ സാധനങ്ങൾ കൊടുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. കുറേ കഴിഞ്ഞിട്ട് വന്നിട്ട് എടുത്തുകൊണ്ടോളും കാണാം. അപ്പോൾ തീറ്റ സാധനങ്ങൾ മൂപ്പര് ഈ ഒളിച്ചു വെക്കണ പരിപാടിയുണ്ട് പിന്നേക്ക്. അതായത് ഒരു പൂഴ്ത്തിവെപ്പിൻ്റെ സ്വഭാവം പോലെയുള്ള ഒരു സംഭവങ്ങൾ, ഇതൊക്കെ അതായത് ഭൗതികമായ എല്ലാ സംഗതികളും ഒത്തിണങ്ങിയ ഒരു സാധനം പോലെ ഈ കാക്കനെ നമ്മൾ പഠിക്കുമ്പോൾ. അപ്പോൾ ഈ വിക്കിപീഡിയയിലൊക്കെ നമ്മളിങ്ങനെ തിരഞ്ഞാൽ കിട്ടും ഈ കാക്കയുടെ സ്വഭാവങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കാക്ക ശരിക്കും ഒരു ഭൗതിക ജീവിനെ ഇങ്ങനെ പ്രതിനിധാക്കുന്നത് പോലെ. നിങ്ങളിത് യഹൂദരിലേക്കൊന്ന് വെച്ച് നോക്കിയിട്ടാണ് ഇവരുടെ ഈ സ്വഭാവങ്ങളും അവരുടെ ആ സംഘടിത ശക്തി, ആ ബുദ്ധിശക്തി, ആ സംഭവങ്ങൾ, അതൊക്കെ കൂടി നമ്മളൊന്ന് വെച്ച് നോക്കുമ്പോൾ ഇതിനായിട്ടുള്ള ബന്ധങ്ങൾ, ഇതിനായിട്ടൊരു കണക്ഷൻ ഉണ്ട് മൊത്തം. അതാണ് ഈ സംഭവം. അപ്പോൾ ഈ കാക്ക വന്നിട്ട് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, ഈ ഇവിടെ ഇങ്ങനെ ചകയുന്നു, ചില സാധനങ്ങൾ മറച്ചു വെക്കുന്നു. ഇതൊക്കെ ഇയാളിങ്ങനെ കാണുക. ഇയാളിങ്ങനെ കാണുമ്പോൾ അയാൾക്കുണ്ടാവുന്ന ആ മാനസികാവസ്ഥയാണ് അതിനീ പറയുന്നത്. യുരിയഹു, അവനെ കാണിക്കാൻ വേണ്ടി, അതായത് എനിക്ക് വേണ്ടി വന്നു എന്നതുപോലെ ഒരു കൃത്യമായ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ ഒരു ആവശ്യം നമുക്ക് നേരിടുമ്പോൾ ആ ആവശ്യത്തിനൊരു പരിഹാരം കിട്ടുമ്പോൾ നമുക്ക് എന്താ തോന്നുക, എനിക്ക് വേണ്ടി ഉണ്ടായതെന്നല്ലേ എന്നതുപോലെ യുരിയഹു, അവനെ കാണിക്കാൻ വേണ്ടി കൈഫ യുവാരി, എങ്ങനെ മറച്ചു വെക്കും, എങ്ങനെ ഈ കുറ്റകൃത്യം മറച്ചു വെക്കും. അതായത് സൗഅത്ത അഖി, അവൻ്റെ
ഈ സൗഅത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ജഡം എന്നുള്ളതൊന്നല്ല അതിൻ്റെ നേരർത്ഥം. അതായത് നമ്മൾ മറച്ചു വെക്കാൻ താല്പര്യപ്പെടുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതിനാണ് സൗഅത്ത് എന്ന് പറയുക. അതുകൊണ്ട് ഔറത്തിനും സൗഅത്ത് എന്ന് പറയും, ഔറത്തിനും സൗഅത്ത് എന്ന് പറയും. അതായത് ഇയാൾ ഈ മറച്ചു വെക്കാൻ താല്പര്യപ്പെടുന്ന ഈ കുറ്റകൃത്യം അതപ്പോൾ ബോഡിയാണ്, ആ ബോഡി മറച്ചു വെക്കണം. അതായത് കൊല, ഇപ്പോൾ ശേഖനൂരിൻ്റെ കൊല നടന്ന പോലെ സാധനം കിട്ടാൻ പാടില്ല, തൊണ്ടി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ സൗഅത്ത് ആ സൗഅത്ത് മറച്ചു വെക്കുക, ആ സഹോദരൻ്റെ എങ്ങനെ മറച്ചു വെക്കും എന്നുള്ളത് ഈ കാക്കയുടെ പ്രവൃത്തി അയാളെ പഠിപ്പിച്ചു. അപ്പോഴാണ് അയാളുടെ മാനസിക നിലയാണ് നമ്മളിവിടെ കൃത്യമായി പറയുന്നത്. അയാൾ പറഞ്ഞു, യാ വൈലത്ത, എൻ്റെ നാശം, അജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഖുറാബ്. നമ്മുടെ സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ഈ ജീവിയായ ഈ കാക്കയുടെ പ്രായോഗിക ജ്ഞാനം പോലും ഇല്ലാതായി പോയല്ലോ എന്ന്. അപ്പം ഞാൻ എന്താ ചെയ്യുക? ഇതിനു വേണ്ടിയിട്ടുള്ള പ്രായോഗിക ജ്ഞാനങ്ങൾ തേടും. കാരണം ഞാൻ കുറ്റകൃത്യങ്ങളിൽ തന്നെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെന്താ ചെയ്യേണ്ടതെന്നുള്ള ആ വിവരമില്ലാതായി പോയി എന്നുള്ളതാണ്. അപ്പോൾ ഭൗതികമായ ഈ വക കാര്യങ്ങളിൽ അഗ്രഗണ്യനാവാനാണ് അയാൾ ശ്രമിക്കുന്നത്. അസുബഹ മിനന്നാദിമീൻ, അങ്ങനെയാണ് അയാൾ ഖേദിക്കുന്നവരിൽ പെട്ടവനായി. ഈ ഖേദെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ തൗബക്കും ഖേദെന്ന് പറയും, നദ്മിനും ഖേദെന്ന് പറയും. പക്ഷേ ഈ നദ്മ് എന്ന് പറയുന്നത് തൗബയുടെ ഖേദമല്ല. നദ്മ് എന്ന് ഖുർആനിൽ എവിടെ വന്ന് നോക്കിയാലും അത് നമ്മൾ ആഗ്രഹിച്ച ഒരു ഭൗതികമായ ഒരു സംഭവം നമ്മൾ ഉദ്ദേശിച്ച മാതിരി എത്തിപ്പെടാതെ നഷ്ടപ്പെട്ടു പോകുന്നതിനാണ് പറയാം. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിച്ച മാതിരി കാര്യങ്ങളായില്ലെങ്കിൽ അതിലുണ്ടാവുന്നൊരു ഖേദല്ലേ, അതാണ് ഇവിടെ ഇയാൾക്ക് ഉണ്ടായത്, അല്ലാതെ തൗബയല്ല. തൗബയാണ് അയാൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അയാൾ ആദ്യം വാപ്പാടി എന്നിട്ട് കാര്യം പറയൊക്കെ ഇങ്ങനെ ഒരു അക്കടി പറ്റി എന്ന് പറഞ്ഞാൽ അത് തൗബയായി. അത് ഇവിടെ ആ സംഭവമല്ല. ഇത് ഒരിക്കലും ഈ തഖ്വ എന്ന് പറയുന്ന ഈ ഭാഗത്തേക്ക് എത്തുന്ന ഒന്നും ഇതിലില്ല. തഖ്വയുടെ ഒരു ഭാഗത്തേക്ക്, അതായത് ഹാബേലിൻ്റെ ചിന്താഗതിയോട് ആ വിശ്വാസത്തിലേക്ക് എത്തുന്ന ഒരു പദവും ഇതിലില്ല. അതാണ് ശരിക്കും നമ്മൾ നാദിമീൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഖേദിച്ച് പിന്നെ അയാൾ അള്ളാഹുവിലേക്ക് മടങ്ങി എന്നൊന്നും വിചാരിക്കേണ്ട. അയാളുടെ ഖേദം മുഴുവൻ ഈ ഭൗതികമായ കാര്യങ്ങളിൽ അയാൾക്കുണ്ടായിരുന്ന കുറവുകളിലാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ മറ്റേ സമൂഹത്തിനായിട്ടും നിങ്ങൾ നോക്കിയേ അത് കൃത്യമായിട്ടും ആ സംഭവം അതായിട്ട് ഇങ്ങനെ യോജിക്കുന്നതാണ് ഈ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈ 2 മക്കളുടെ കഥ. ഇനി നിയമത്തിൻ്റെ അതിൻ്റെ വശത്തിലേക്കാണ് അടുത്ത ആയത്തിൽ നമ്മൾ പോണത്. നിയമം എന്താണ് നിയമത്തിൻ്റെ ഭൂമിയിലെ ആവശ്യം, ആ സംഭവത്തിലേക്കാണ്. അത് പറയാനും കൂടിയാണ് ഈ ആയത്ത് ഇവിടെ കൊടുന്ന് വെക്കുന്നത്. നമുക്ക് നിർത്താം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.